വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. മഹാശിവരാത്രിയോടുകൂടി മഹാകുംഭമേള അവസാനിച്ചിരിക്കുന്നു. മഹാകുംഭമേള അവസാനിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളും ബാക്കിയാവുകയാണ്. ഗംഗയിൽ മുങ്ങാതെ തന്നെ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി കേട്ടാൽ ചൊറി വരുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കുംഭമേളയ്ക്ക് എത്ര പേര് വന്നു എന്നുള്ളതാണ്. 45 കോടി ജനങ്ങൾ കുംഭമേളയിൽ പങ്കെടുക്കും എന്ന് ഒരു എസ്റ്റിമേറ്റഡ് കണക്കുണ്ടായിരുന്നു. പക്ഷേ അത് 62 കോടി വരെ എത്തി എന്നുള്ളതാണ് ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്ന കണക്ക്. അപ്പൊ ഇത് കണക്കെടുത്തു, ആര് എണ്ണി എന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, യോഗി ആദിത്യനാഥ് എത്ര രൂപ ചെലവഴിച്ചു, എത്ര രൂപ തിരിച്ചു കിട്ടി? ഈ തിരിച്ചു കിട്ടിയ തുക എന്ന് പറയുന്നത് തള്ളല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ തിരിച്ചു കിട്ടിയ തുക ആര് കണ്ടു? യോഗി തന്നെ പറയുന്നു ഖജനാവ് നിറഞ്ഞു എന്ന്. ആര് കണ്ടു, എവിടെ കണ്ടു എന്നുള്ള രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ മരണസംഖ്യ. കുംഭമേളയിൽ ഇത്രയും ആൾക്കാർ പോയപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് കോവിഡ് വൈറസ് വന്നതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ആ മരിച്ചവരുടെ എല്ലാം മൃതദേഹം പോലും പുറത്ത് കാണിക്കാതെ അത് പതുക്കി വെച്ചിരിക്കുകയാണ്. ആ മരണസംഖ്യ എപ്പോൾ പുറത്തുവിടും എന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഇത് 3 ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഇനി ഇതിൽ ഇന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ GDP എന്ന് പറയുന്നത് കുംഭമേള കാരണം 1% ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് ആദ്യം ചൊറിയാനുള്ള വകുപ്പാണ്. രണ്ടാമത് ഇവർക്ക് ചൊറിയാനുള്ള വകുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കണോമി 3 ട്രില്യൺ എക്കണോമിയാണ്. നരേന്ദ്രമോദിയുടെ സ്വപ്നം എന്ന് പറയുന്നത് 2030 ഇത് 5 ട്രില്യണിലേക്ക് എത്തിക്കണമെന്നാണ് നരേന്ദ്രമോദിയുടെ സ്വപ്നം. ഈ 5 ട്രില്യണിലേക്ക് ഇത് എത്തിക്കാൻ മോദി സ്വപ്നം കാണുമ്പോൾ ഇപ്പോ കുംഭമേള കഴിഞ്ഞു വരുന്ന റിപ്പോർട്ടുകൾ GDP 4 ട്രില്യണിലേക്ക് കുതിക്കുമെന്നുള്ളതാണ്. ആഭ്യന്തരമായിട്ട് അതിഭീകരമായിട്ടുള്ള മാർക്കറ്റിൽ മണി ഫ്ലോ ചെയ്തിട്ടുണ്ട്, പണമൊഴുക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സർക്കാരിന്റെ ഖജനാവുകൾ നിറഞ്ഞിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഔദ്യോഗികമായിട്ട് പുറത്തു വരുന്നത്. അപ്പൊ എനിക്ക് ആദ്യം അറിയേണ്ട ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ്. രണ്ടാമത്തെ കാര്യം, നരേന്ദ്രമോദിയുടെ 5 ട്രില്യൺ എക്കണോമി എന്ന് പറയുന്ന ആ ഒരു വലിയ സ്വപ്നം, അദ്ദേഹം ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നമാണ്. ആ വലിയ സ്വപ്നത്തിലേക്ക് കുംഭമേള കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു ചോദ്യം തന്നെയാണ്. ഇതിപ്പോ ഇന്ത്യ മുഴുവൻ പേരും, അതായത് ഈ കുംഭമേള എതിർക്കുന്ന ഒരു വലിയ വിഭാഗം ചോദിക്കുന്ന ചോദ്യം, ഇത്രയും പേര് വന്നത് എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്, ഇത്രയും പേരുണ്ടോ? അതിനകത്ത് ഒരാൾ ചോദിച്ചിരിക്കുന്ന രസകരമായ ചോദ്യം നമ്മുടെ വീഡിയോയുടെ താഴെ ഞാൻ കണ്ട കമന്റ് ആണ്. ഇന്ത്യയിൽ ആകെ 120 കോടി ഹിന്ദുക്കളെ ഉള്ളൂ, അപ്പൊ എങ്ങനെയാണ് അതിന്റെ പകുതി ആൾക്കാർ കുംഭമേളയ്ക്ക് വന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അതിൽ ഉയർന്നു വരുന്നത്. അപ്പോ നമുക്ക് ആദ്യം തന്നെ അതിന്റെ ഒരു സംശയം, എങ്ങനെയാണ്, ശരിയാണ്, നല്ലൊരു ചോദ്യമാണ്, എങ്ങനെയായിരിക്കും യോഗി ഈ കണക്ക് പറയുന്നത്? വെറും തള്ളാണോ? കാരണം ഇത്രയും ജനമൊക്കെ വന്നു എങ്ങനെ കണക്കെടുക്കും? പക്ഷെ ഈ ആളുകളുടെ കണക്ക് എടുക്കാനായിട്ട് അനവധി സംവിധാനങ്ങൾ ഉത്തർപ്രദേശ് സർക്കാർ ഒരുക്കിയിരുന്നു. ഈ 45 കോടി പേര് എത്തുമെന്ന് എങ്ങനെയാണ് ഒരു സർക്കാർ കണക്ക് കൂട്ടുന്നത്? എന്തായാലും കബഡി വാരി വെച്ചിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. അതിന് കൃത്യമായ കാൽക്കുലേഷൻ ഉണ്ട്. മുൻകാലങ്ങളിൽ വന്ന ആളുകളുടെ എണ്ണം, 2019 വന്ന ആളുകളുടെ എണ്ണം 24 കോടി പേരായിരുന്നു. ഈ ആളുകളുടെ എണ്ണം കണക്ക് കൂട്ടുന്ന പല വഴികളിലൂടെയാണ്. ഒന്ന്, റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്, ബസ്സിൽ എത്തുന്ന, അവിടെ എത്തുന്ന വാഹനങ്ങളുടെ കണക്ക്, വാഹനങ്ങളിൽ എത്തുന്നവരുടെ കണക്ക്, ഇതൊക്കെയാണ് പ്രാഥമികമായിട്ട് എടുക്കുന്ന ഒരു കണക്ക്. ഇത്തവണ കുംഭമേളയ്ക്ക് AI ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഡിക്റ്റേറ്റ് ചെയ്ത് കണക്കെടുത്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വിവരം. ഏതാണ്ട് 550ഓളം ക്യാമറകൾ ഇതിനായി സജ്ജീകരിച്ചിരുന്നു. ഇനി ഈ ക്യാമറയുടെ പ്രത്യേകത കൂടെ ഞാൻ പറയാം. ഇപ്പം ധനുഷിനെ ഈ ക്യാമറ കണ്ടെത്തി ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ധനുഷിനെ അത് കൗണ്ട് ചെയ്യില്ല. അതായത് ധനുഷ് ഒരു തവണ വന്നു പോകുമ്പോൾ ആ ഒരു കണക്കിൽ വരുന്നില്ല എന്നുള്ളതും കൂടെ ശ്രദ്ധേയമാണ്. അവിടെയാണ് അടുത്ത ചോദ്യം, പുനഷ്ട ചോദ്യം വരുന്നത്. ഇന്ത്യയിൽ അത്ര ഹിന്ദുക്കൾ ഉണ്ടോന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ലോകത്തെമ്പാടുമുള്ള ഇന്ത്യയിലെ 120 കോടി ഹിന്ദുക്കൾ ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത്? അത്രേ ഉള്ളൂ എന്ന് ആരാണ് പറഞ്ഞത്? നമുക്ക് സെൻസസ് എപ്പോഴാണ് എടുത്തിരിക്കുന്നത്? നമ്മൾ ഇപ്പോഴും ഈ ജനസംഖ്യ പറയുന്നതും ജനസംഖ്യയുടെ ഒരു ശരാശരി എടുത്തിട്ടാണ് പറയുന്നത്. ഇന്ത്യയിൽ ഔദ്യോഗികമായ സെൻസസ് എപ്പോഴാണ് എടുത്തിരിക്കുന്നത്? പുതിയ സെൻസസ് നടന്നു വരുന്നതേ ഉള്ളൂ. ഇതിന്റെ പൂർണ്ണമായിട്ട് പോലുമില്ല. 2011 കണക്ക് വെച്ചിട്ട് അതിന് ആനുപാതികമായി ഇത്ര പേര് കൂടും, ഇത്ര ഹിന്ദുക്കൾ കൂടും, ഇത്ര മുസ്ലിംസ് കൂടും, അങ്ങനെയാണ് നാം ഇതും തള്ളുന്നത്. കേരളത്തിൽ പോലും നമ്മൾ പറയത്തില്ലേ, SNDP ഇത്രയുണ്ട്, NSS ഇത്രയുണ്ട്, ക്രിസ്ത്യാനികൾ ഇത്രയുണ്ട് എന്ന് നമ്മൾ പറയുന്നതും ഈ പറയുന്ന 2011 ഔദ്യോഗികമായ സെൻസസിന്റെ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 120 കോടി ഹിന്ദുക്കളെ ഉള്ളൂ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഇല്ലെങ്കിൽ 15 കോടി മുസ്ലിങ്ങളെ ഇന്ത്യയിൽ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അതിന്റെ കണക്കുകൾ വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ 62 കോടി പേര് എത്തുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അത് കണക്ക് കൊടുക്കുന്നത്. ഒരാളെ ഒരു തവണ മാത്രമേ ഈ AI എന്ന് പറയുന്ന ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണല്ലോ. അയാളെ ഒരു തവണ മാത്രമേ കണക്കൂട്ടി എടുക്കാറുള്ളൂ, രണ്ടാമത് എടുക്കാറുള്ളൂ. അപ്പൊ ഈ 62 കോടി ജനം എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കളെയാണ്. ഇത് ഹിന്ദുക്കൾ മാത്രമല്ല എത്തിയിരിക്കുന്നത്, സിഖുകാരുണ്ട്. അതിന്റെ കഥ ആരും പറയുന്നത്.
ഈ നിഹാംഗികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് സിഖുകാരുടെ ഇടയിൽ. ആ വിഭാഗം ഇതിൽ എല്ലാ കാലവും പങ്കെടുക്കുന്ന ഒരു വിഭാഗമാണ്. അതിന്റെയൊക്കെ വീഡിയോസ് ഒക്കെ ഉം, വരാറുണ്ട്. അവർ ഈ കുതിരപ്പുറത്ത് വാളുമായിട്ടൊക്കെയാണ് ഈ പരിപാടി പങ്കെടുക്കാൻ വരുന്നത്. അവരിതിൽ പങ്കെടുക്കാറുണ്ട്. ഇനി ആധാർ കാർഡോ ഇല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡോ ഇല്ലാത്ത 10,000-കണക്കിന് സന്യാസിമാർ, നാഗസന്യാസിമാരുണ്ട്, അഘോരികളുണ്ട്. കാരണം അവരൊന്നും ഉം, നമ്മളുടെ ഏതെങ്കിലും പട്ടണത്തിൽ താമസിക്കുന്നവരല്ല. അവരൊക്കെ ഹിമാലയൻ മലനിരകളിലും മറ്റും താമസിക്കുന്നവരാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇടത്തു നിന്നാണ് ഇവരെത്തുന്നത്. ഇവരിത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്കാണ് മടങ്ങിപ്പോകുന്നത്. എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് ആരും അറിയില്ല. കാരണം അവർക്ക് ഈ ലോകവുമായി തന്നെ ഒരു ബന്ധമില്ല. അവരൊരു പരമമായ സത്യം കണ്ടെത്താനുള്ള ഒരു യാത്രയിലാണ്. അവർക്ക് ഈ വോട്ടേഴ്സ് ഐ ഡി കാർഡും ഇല്ലെങ്കിൽ ആധാർ കാർഡും എടുത്തിട്ടോ ഇല്ലെങ്കിൽ ഇപ്പൊ നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത് അതൊന്നും അവര് അറിയേണ്ട കാര്യം, അവർ വോട്ട് ചെയ്യാൻ വരുന്ന കാര്യമില്ല. ഇത് കണക്ക് തന്നെയുള്ള 10,000-കണക്കിന് പേരുണ്ട്. ഇവരുടെ കണക്ക് എവിടെയാണ് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത്? ആ കണക്ക് ഉം. വേണ്ടേ നമുക്ക്? അപ്പം ചില ആൾക്കാര് ആ ഈ അത് ഇതിലൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ ഈ എന്താ കമന്റ് സെക്ഷനിലൊക്കെ പറയുന്നുണ്ട്, 45 കോടി 62 കോടിയൊന്നും വരാനൊരു സാധ്യതയില്ല, കൂടിപ്പോയാൽ 2 കോടി ആൾക്കാർ വന്ന് കാണുമെന്ന്. 2 കോടി ആൾക്കാർ മാത്രം വന്ന് കാണുമെന്ന് ചില ആൾക്കാർ കോൺസ്പിറസി പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ ഉത്തർപ്രദേശിലെ ഹിന്ദു പോപ്പുലേഷൻ തന്നെ ഏകദേശം 19 കോടിയുണ്ട്. ഹിന്ദു പോപ്പുലേഷൻ മാത്രം 25 കോടിയാണ്. ആ 25 അതെ കോടിയാണ് ഇപ്പോഴത്തെ കാൽക്കുലേഷൻ. 25 അതെ കോടി. അതെ അതെ. അതിപ്പോ അപ്പോ ഹിന്ദു ആ അല്ലെ? ഹിന്ദുവിന്റെ കാര്യമാണ് ഹിന്ദു പറഞ്ഞത്. സോറി. പോപ്പുലേഷൻ തന്നെ ഏകദേശം 19 കോടിയുണ്ട്. കഴിഞ്ഞ സെൻസസിൽ നമ്മൾ എടുത്ത പോപ്പുലേഷൻ എന്ന് 159 മില്യൺ ആയിരുന്നു. 159 മില്യൺ എന്ന് പറഞ്ഞാൽ 16 കോടിയോളം വരും. പക്ഷെ ഇപ്പോൾ അത് 19 കോടിയിലേക്ക് കടന്നു കാണും എന്നുള്ളതാണ് ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ഈ 19 കോടി ആൾക്കാരിൽ ഒരു 15 കോടി അവിടെ നിന്ന് വന്നാൽ തന്നെയും ഉത്തർപ്രദേശിലുള്ള തന്നെ, പിന്നെ ഉത്തർപ്രദേശിൽ നിന്ന് ഞാൻ നോക്കുന്നത് തൊട്ടപ്പുറത്ത് ഉത്തരാഖണ്ഡ് കിടപ്പുണ്ട്, ഡൽഹി കിടപ്പുണ്ട്, ഗുജറാത്ത് കിടപ്പുണ്ട്, ബീഹാർ കിടപ്പുണ്ട്, ഹരിയാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഇവിടെ നിന്നൊക്കെ വന്നാൽ എത്രയധികം ആൾക്കാർ അവിടെ വരും എന്നുള്ളത് അത് സാമാന്യ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അല്ല ക്യാമറ അത് ഒന്നും വേണ്ട മാത്രമല്ല ധനുഷ്, എന്നുള്ളതാണ്. ഇതിനകത്ത് നേപ്പാളിൽ നിന്നൊരു വലിയ സംഖ്യയാണ് എത്തുന്നത് കുംഭമേളയ്ക്ക്. കാരണം ഉം, ഉം, ഉത്തർപ്രദേശിലെ ചെറിയ ചടങ്ങുകൾക്ക് പോലും, പ്രത്യേകിച്ച് നമ്മുടെ യോഗി ആദിത്യനാഥ് നേതൃത്വം നൽകുന്ന ഒരു മഠമുണ്ട്, നാഥ് വിഭാഗത്തിൻ്റെത്, ഗോരഖ്പൂർ മഠം. ഉം, ആ ഉം, മഠത്തിന്റെ ഏറ്റവും കൂടുതൽ ഡിവോട്ടീസ് കിടക്കുന്നത് നേപ്പാളിലാണ്. ഉം, അവിടെ യോഗി ആദിത്യനാഥ് അധികാരത്തിലേറിയപ്പോൾ വമ്പൻ റാലികളാണ് നേപ്പാളിൽ നടന്നത്. യു പിയിൽ ഓ, അധികാരത്തിലേറിയപ്പോൾ. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ മഠത്തിന്റെ അധിപനാണ്. അപ്പൊ അവിടുന്ന് വരുന്ന ജനത്തിനെ അവിടെ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ വേറൊരു വലിയ തെറ്റായ ധാരണ ഉണ്ട്. ഇവരുടെ വിചാരം വെച്ചാൽ നമ്മുടെ ഈ നാട്ടില് പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന ഏതോ മേള പോലെയാണ് ഈ പ്രയാഗ്രാജിൽ കുംഭമേള നടക്കുന്നത്. 15 കിലോമീറ്റർ നീളുന്നതാണ് സ്നാനഘട്ട് തന്നെ. 15 ഉം, കിലോമീറ്റർ. 15 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നാട്ടിലെ ആണെങ്കിൽ ഏതാണ്ട് ഒരു നിയോജക മണ്ഡലത്തിന്റെ വലിപ്പമുണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ വലിപ്പത്തിലാണ് ഈ ആളുകൾ വന്നു പോകുന്നത്. അപ്പൊ ഈ 62 കോടി ജനം എത്ര ദിവസം കൊണ്ടാണ് എത്തിയത്? 45 ദിവസം കൊണ്ടാണ് എത്തിയത്. അതെ. ശബരിമലയില് നിസ്സാരമായ ഒരു കണക്ക് പറയാം. ശബരിമലയില് 1,00,000 പേരാണ് ഒരു ദിവസം എത്തുന്നതെന്നാണ് സർക്കാർ കണക്ക്. അത് ഈ അവരുടെ വെർച്വൽ ക്യൂ വഴിയും മറ്റുമൊക്കെ എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ശബരിമല സീസൺ കഴിയുമ്പോൾ എത്ര പേര് എത്താറുണ്ട്? 1 കോടിക്ക് മേളിൽ എത്താറില്ല. ശബരിമല പറഞ്ഞൊരു സീസണിൽ അതെ. തന്നെ 1 കോടിക്ക് മേളിൽ എത്താറുണ്ട് ആളുകൾ. അപ്പൊ അത് ഒരു കണക്കാണ്. ഇത്തരം കണക്കുകൾ തന്നെയാണ് ഇതിന്റെ ഈ സർക്കാർ കണക്കൂട്ടുന്ന കണക്കും. ഇനി അടുത്ത ഇതിലേക്ക് കുംഭമേളയ്ക്ക് പോകുമ്പോൾ ഈ ഒരു കണക്ക് വെച്ചിട്ടാണ് അടുത്ത സർക്കാർ, ഇപ്പൊ യോഗി സർക്കാർ ആകണമെന്നില്ല, ഇനി വേറെ ഏത് സർക്കാർ ഉം, വന്നാലും അവർ ഈ കണക്കൂട്ടലനുസരിച്ചാണ് മുൻപോട്ട് പോകുന്നത്. ഇതാണ് ഇതിന്റെ കണക്ക്. യെസ്. ഇത് ലോകത്തിന് വ്യക്തമായതാണ്. ഇത് എല്ലാവർക്കും വ്യക്തമായ കണക്കാണ്. ഇങ്ങനെയാണ് കണക്കെടുക്കുന്നതും ഇങ്ങനെയാണ് അതിന്റെ കണക്കും എല്ലാവർക്കും വ്യക്തം. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, അവരോട് ഹിന്ദുക്കളോട് വൈരാഗ്യമുള്ളവരോ ഇല്ലെങ്കിൽ കുംഭമേളയോട് വൈരാഗ്യമുള്ളവരോ വേണമെങ്കിൽ പറയാം, അത്രയൊന്നും ഹിന്ദുക്കളൊന്നും ആരും വന്നിട്ടില്ല, വെറുതെ തള്ളാണെന്ന് പറയാം. അവിടെ നടന്ന കച്ചവടത്തിന്റെ കണക്ക് കിട്ടി കഴിഞ്ഞാൽ ഇവർ പിന്നെയും ബോധം കെട്ടു പോകും. ഇതാണ് അവിടുത്തെ ഒരു ബേസിക് ആയിട്ട് നടന്നത്. ഇത് ലോകം അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ കണക്കും അല്ല, അവരങ്ങനെ കാര്യങ്ങളെല്ലാം പറയട്ടെ. ചുമ്മാ അത് അവരങ്ങനെ പറയുന്നത് വളരെ നല്ലതാണ്. കാരണം അവരങ്ങനെ പറയുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തവണ കുംഭമേളയ്ക്ക് 62 കോടി ആൾക്കാർ വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അല്ലാതെ ഇവരുടെ കാര്യം നോക്കി മാനമര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ ഒരു ഈച്ചയും പൂച്ചയും പോലും കുംഭമേളയ്ക്ക് വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരങ്ങനെ അപ്പൊ പറയണം. ഇതൊന്ന് കാരണം രണ്ടാ ഇപ്പൊ ആറ്റുകാൽ പൊങ്കാല ഇവിടെ വരാൻ പോവുകയാണ്. ഇപ്പൊ കുറെ കമ്മിക്കുട്ടന്മാർ ഇറങ്ങും. പൊങ്കാലയ്ക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് പൊങ്കാല, ഇത്ര നീളമുണ്ടോ പൊങ്കാലയ്ക്ക്, അവിടെ നിന്ന് കഴിഞ്ഞ് പൊങ്കാല ഇല്ലല്ലോ, പൊങ്കാല മറ്റേ ഇടമുറിഞ്ഞല്ലേ പോകുന്നത്. അവരിങ്ങനെ പറയുന്നിടത്തോളം കാലം അടുത്ത പൊങ്കാല ആകുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എന്നാ ഇത്തവണ പോയി പൊങ്കാല ഇട്ടേക്കാം, കാണിച്ചു കൊടുക്കാം പൊങ്കാലയുടെ എന്താണെന്ന്. കാരണം അല്ല, അവര് പറയട്ടെ. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുംഭമേളയോട് സമാനമായി അല്ലെങ്കിൽ താരതമ്യപ്പെടുത്താൻ ലോകത്ത് ഒരു ചടങ്ങുമില്ല, ലോകത്തില്ല. ഉം. കുംഭമേളയോട് താരതമ്യം ചെയ്യാൻ ഇത്രയും ജനം അതെ ഒത്തുകൂടുന്ന അതെ ഒരു ചടങ്ങും ലോകത്തില്ല. അതാണ് കാരണം. അതെ. കുംഭമേളയ്ക്ക് ബദലായിട്ട് ഇല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു പരിപാടി നടന്നത്, അത് ഭയങ്കര ആളായിരുന്നു, അവിടെ ഇത്രയും പേര് വന്നില്ലല്ലോ എന്ന് പറയാൻ താരതമ്യം ചെയ്യാൻ ഒരു കാര്യം ഇല്ലാത്തടത്തോളം കാലം പിന്നെ ആ ഒരു വിഷയമേ ഇല്ല. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു നമ്മുടേത്? എത്ര രൂപ രണ്ടാമത്തെ യോഗി ചോദ്യം ആദിത്യനാഥ് മുടക്കി? ചെലവഴിച്ചു. അതെ അതെ അതെ.
7,500 കോടി രൂപയാണ് അദ്ദേഹം അതിനുവേണ്ടി ചെലവഴിച്ചത്. യോഗി ആദിത്യനാഥ് എന്തിനു വേണ്ടി അത് ചെലവഴിച്ചു എന്ന് വെച്ചാൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടാണ്. 1,50,000 ബയോ ടോയ്ലറ്റുകളാണ് ഇതിനു വേണ്ടി സ്ഥാപിച്ചത്. ഒപ്പം തന്നെ ഏതാണ്ട് 500 കോടി രൂപയോളം പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും ഗംഗാതടം ശുചീകരിക്കുന്നതിനും വേണ്ടി ഉപയോഗിച്ചു. ഒപ്പം റോഡുകൾ നന്നാക്കാൻ ഉപയോഗിച്ചു. സ്ട്രീറ്റ് ലൈറ്റുകൾ നന്നാക്കാനായിട്ട് റെഡിയാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടുത്തെ റോഡുകളൊക്കെ കണ്ടില്ലേ, ഇരുമ്പ് പ്ലേറ്റുകളാണ് അവിടെ റോഡ് സൈഡിൽ മുഴുവൻ റെഡിയാക്കുക. കാരണം വണ്ടി കയറി കഴിഞ്ഞാൽ താഴോട്ട് പോകരുത്, ഒരു അപകടം ഉണ്ടാകരുതെന്ന് കരുതി കംപ്ലീറ്റ് ഇരുമ്പ്. അതിനെക്കുറിച്ച് നമ്മുടെ മലയാളി ബ്ലോഗേഴ്സ് കൂടെ ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വഴി വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, AI ക്യാമറകളുടെ സുരക്ഷ. ഇതിനെല്ലാം കൂടി വേണ്ടിയിട്ട് യോഗി ആദിത്യനാഥ് സർക്കാർ മുടക്കിയത് 7,500 കോടി രൂപയാണ്. അത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. 7,500 കോടി രൂപ മുടക്കിയപ്പോൾ സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തിയ 3,50,000 കോടി രൂപയാണ്. 3,00,000 കോടി രൂപ സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തിയ ടാക്സ് ആണ്. അപ്പൊ എത്ര രൂപയുടെ കച്ചവടം അവിടെ നടന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഏതായാലും 10 രൂപയ്ക്ക് ഒരു പേന വിൽക്കുന്നവൻ 10 രൂപയും കൊണ്ട് സർക്കാരിന്റെ ഖജനാവിലേക്ക് ഇടത്തില്ലല്ലോ. അവന്റെ ലാഭവും അവന്റെ മുടക്കുമുതലും ആ ഉൽപ്പന്നത്തിന്റെ വിലയും ലാഭവും എടുത്തതിന് ശേഷം വരെ സർക്കാരിന് ടാക്സ് അടയ്ക്കുന്നത് കൂടെ ചേർത്തിട്ടാണ് ഈ 3,50,000 കോടി രൂപയാണ് വരുന്നത് എന്ന് ഖജനാവിലെ കാര്യം കണക്ക് വന്നിട്ടില്ല. ഇപ്പൊ ഉടനെ പുറത്ത് വരും. 3 ലക്ഷം കഴിഞ്ഞു എന്ന് എന്തായാലും ഔദ്യോഗികമായി തന്നെ യോഗി സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇനി അത് കൃത്യമായ ഒരു കണക്ക് ചിലപ്പം ഈ മാസം ഒടുവിലത്തെ കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോ അതിനർത്ഥം 3,50,000 കോടി രൂപ ഖജനാവിൽ വന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഏറ്റവും കൂടുതൽ അവിടുത്തെ വിപണിയിൽ നടന്ന ആ ഒരു പൈസയുടെ ട്രാൻസാക്ഷനും എക്സ്പെൻസും എല്ലാം കൂടെ ഏതാണ്ട് 9 ലക്ഷം രൂപയ്ക്ക് അടുത്തെങ്കിലും വരണം. അതൊരു ശരാശരി കണക്ക്. അത് എങ്ങനെയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്റെ ഒരു ബുദ്ധിക്ക് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഒരു വസ്തു മേടിക്കുന്നു, അതിന്റെ ടാക്സ് ഉണ്ടാകുമല്ലോ, GST വാറ്റും ഒക്കെ. 100 രൂപയ്ക്ക് നമ്മൾ മേടിക്കുന്ന ഒരു ലക്ഷറി ഐറ്റംസ് ആണ്, ഒരു കൊക്കക്കോളയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതിന് 18% GST അടയ്ക്കണം അല്ലെ? 100 രൂപയുടെ കൊക്കക്കോള മേടിച്ച 18% GST മറ്റ് ടാക്സുകളും പോയി കഴിഞ്ഞാൽ, അപ്പൊ 100 രൂപ ഞാൻ അവിടെ ഇത് ചെയ്തിരുന്നു. ഞാൻ വിപണിയിൽ 100 രൂപ കൊടുത്തു, ഞാൻ ആ കച്ചവടക്കാരന് 100 രൂപ ഞാൻ കൊടുത്തു അല്ലെ? കച്ചവടക്കാരൻ അയാളുടെ ലാഭവും കാര്യങ്ങളും ഒക്കെ എടുത്ത് അവിടെ ഒരു വിപണനം നടന്നിരിക്കുന്നു. പകരം സർക്കാരിലേക്ക് പോകുന്ന ഈ GST ഉൾപ്പെടെയുള്ള വാറ്റ് ഉൾപ്പെടെയുള്ള ടാക്സ് ആണ് പോയിരിക്കുന്നത്. ഈ 20 രൂപ സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. 20 രൂപ സർക്കാരിന് കിട്ടുമ്പോൾ 80 രൂപയുടെ ലാഭം കച്ചവടക്കാരന് കിട്ടിയിട്ടുണ്ട്. 80 രൂപയുടെ ലാഭമല്ല, 80 രൂപ കച്ചവടക്കാരന് കിട്ടിയിട്ടുണ്ട്. അയാളുടെ ലാഭം ഒരു 20 എന്ന് കണക്ക് കൂട്ടിയാൽ പോലും ബാക്കിയുള്ള 60 രൂപ ഉൽപ്പന്നത്തിനുമായിരുന്നു. അപ്പൊ ആ വിപണിയിൽ എത്ര രൂപയാണ് ഇറങ്ങിയത്? 100 രൂപയാണ് ഇറങ്ങിയത്. ഞാൻ അങ്ങനെയാണ് കണക്ക് കൂട്ടിയത്. അങ്ങനെയെങ്കിൽ 3,50,000 ലക്ഷം കോടി രൂപ സർക്കാരിന്റെ ഖജനാവിലേക്ക് വരുമാനം ടാക്സ് മാത്രമല്ല അത് പല വഴിക്കും ലഭിച്ചതുണ്ട്. ഈ വാഹനങ്ങൾ, ഈ ട്രാൻസ്പോർട്ടേഷൻ വഴി മറ്റു വഴികളുണ്ട്. അതെല്ലാം കൂടെ ലഭിച്ചത് കണക്ക് കൂട്ടുമ്പോൾ എത്ര രൂപയുടെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ എത്ര രൂപയുടെ വിപണി അവിടെ നടന്നിട്ടുണ്ട്? ആ വിപണിയിൽ നേട്ടം ഉണ്ടാക്കിയ ചെറിയ കമ്പനികളും നമ്മുടെ ഈ വഴിയോര കച്ചവടക്കാർ മുതൽ കൊക്കക്കോള പോലെയുള്ള, ബിസ്ലേറി പോലെയുള്ള വൻകിട ഇന്റർനാഷണൽ കമ്പനികളാണ് കോടികൾ കൊയ്തുകൊണ്ട് പോയത്. വലിയ രീതിയിൽ അവർ ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ നമ്മുടെ റിലയൻസുകാരന്മാർ, അവരുടെ ഈ ജിയോ ഉണ്ടല്ലോ, ജിയോ ഫോൺ, ആ ഫോണും ബിസ്ലറിക്കാരും കൊക്കക്കോളക്കാരും ബ്രാൻഡിങ്ങിന് വേണ്ടി മാത്രം സർക്കാരിന് കൊടുത്തത് 3,500 കോടി രൂപയാണ്. അതായത് കുംഭമേള ബ്രാൻഡിങ് ഉണ്ട്, അവരുടെ പടം വെച്ചിട്ട് കുംഭമേള കൊക്കക്കോളയിലൂടെ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് സാധനം, ആ ബ്രാൻഡിങ്ങിന് അവർ ഉപയോഗിച്ചത് അത്രയും രൂപ, 3,500 കോടി രൂപയാണ്. ഇതാണ് അതിന്റെ ഇൻകം. ഇതാണ് അതിനകത്ത് ഒരു പ്രധാന ഇൻകം. കാരണം ഈ ഇൻകം ഒളിച്ചു വെക്കാനോ തള്ളാനോ പറ്റത്തില്ലല്ലോ. കാരണം ഇൻകം ഉണ്ടെങ്കിൽ, കാരണം ഈ സർക്കാരിൽ വരുന്ന ഇൻകമാണ്, അത് കൃത്യമായിട്ട് പറഞ്ഞാലല്ലേ ജനം ചോദിക്കത്തില്ലേ 3 ലക്ഷം കോടി രൂപ എന്നിട്ട് എന്ത് ചെയ്തു? സ്വാഭാവികമായ ഒരു ചോദ്യം വരും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കള്ളക്കണക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും. പിന്നെ നമുക്ക് ഈ പുറത്തു നിന്ന് പറയാൻ പറ്റും, ഏതാ ഇത്ര വന്നു അത്ര. പക്ഷെ അതല്ല, ഒരു സർക്കാരിന് ഒരിക്കലും ഒരു കള്ളക്കണക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ഖജനാവിൽ വരേണ്ട പൈസയാണ്, ഖജനാവിൽ കാണിക്കേണ്ട പൈസയാണ്. അതല്ലാതെ നമ്മൾ ചിലപ്പോൾ നാട്ടിൻപുറത്തൊക്കെ നമ്മൾ പറയത്തില്ല എനിക്ക് കുറെ പണമുണ്ട് എന്ന് പറയും. അത് നാട്ടുകാർക്ക് അറിയേണ്ട കാര്യമില്ല നമ്മുടെ പണം ഉണ്ടോ ഇല്ല, നമ്മൾ ചുമ്മാ അതങ്ങ് പറയുന്നതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് ഓഡിറ്റ് ഉള്ളതാണ്. ഇത് ജനം ഓഡിറ്റ് ചെയ്യുന്ന കണക്കാണ്. അതുകൊണ്ട് തന്നെ ഈ കണക്ക് കൃത്യം തന്നെയാണ്. ഇത് വരുമ്പോഴാണ് നരേന്ദ്രമോദിയുടെ സ്വപ്നം സഫലമാകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 2022 2030 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ബിസിനസ് $5 ട്രില്യൺ എത്തുമെന്ന് സ്വപ്നം കണ്ട ഒരു പ്രധാനമന്ത്രി ഇതാ 2025 കുംഭമേള കഴിയുന്നതോടുകൂടി അത് 4 ട്രില്യണിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് നടക്കുന്നത്. 6.2 ആണ് ഈ ഫെബ്രുവരി വരെയുള്ള GDP എന്ന് പറയുന്നത്. അത് ഈ കുംഭമേളയുടെ പ്രോപ്പർ കണക്ക് കൂടി എത്തിക്കഴിഞ്ഞാൽ GDP ഒരുപക്ഷെ 8 1 ശതമാനം കൂടി ഒരുപക്ഷെ ഉയർന്നേക്കാം, 7 സംതിങ് എത്തിയേക്കാമായിരിക്കും. ഏതായാലും ഇന്ത്യയുടെ വിപണിക്ക് കുംഭമേള നൽകിയ സംഭാവന ചെറുതല്ല. നമ്മുടെ ഒരു സാമ്പത്തിക അച്ചുതണ്ടിനെ ഉത്തേജിപ്പിക്കാൻ മാത്രമല്ല വലിയൊരു ബൂമിങ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല കുംഭമേള കഴിയുന്നതോടുകൂടി ഈ കച്ചവടം തീരില്ല.
കുംഭമേള ഉണ്ടാക്കിയ ഒരു ഓളമുണ്ട്. ആ അതെ. ഓളമാണ് ഇനി വരും മാസങ്ങളിൽ ഉത്തർപ്രദേശിൽ അലയടിക്കുന്നത്. കാരണം ഈ കുംഭമേള യെസ്. കഴിഞ്ഞിട്ട് ഈ മധുരയും ഒപ്പം തന്നെ കാശിയും അടക്കമുള്ള കാശി, മധുര, അയോധ്യ അടക്കമുള്ളിടത്ത് തീർത്ഥാടക പ്രവാഹമാണ് ഇപ്പോഴും തുടരുന്നത്. ഇതിന്റെ ഒരു ഓളം ഇപ്പൊ തീരില്ല. ഇതിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം അവിടുത്തെ തണുപ്പ് കാലമൊക്കെ മാറി തുടങ്ങുന്നു, അതൊക്കെ ചൂടുകാലത്തേക്ക് എത്തുന്നു. ഇതൊരു വലിയ രീതിയിൽ ഇനി ലോകത്തെമ്പാടുമുള്ള ടൂറിസ്റ്റുകളും മറ്റും ഉള്ളതുമൊക്കെ ഈ കുംഭമേളയ്ക്ക് പങ്കെടുക്കാൻ പറ്റാത്തവർക്കൊക്കെ ഈ പ്രയാഗ്രാജ് സന്ദർശിക്കാനൊക്കെ എത്തുന്ന ഒരു ഓളമുണ്ട്. അപ്പൊ യു പിക്ക് പിന്നെയും ഇൻകം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക അടുത്ത ഒരു സീസൺ എത്തുന്നത് വരെ. കാരണം ഇനിയിപ്പോ വരാൻ പോകുന്ന ഉത്സവത്തിന്റെ സീസണാണ്. ഇപ്പൊ ഓഗസ്റ്റ് കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും ഉത്സവ സീസൺ പതുക്കെ തുടങ്ങും. ആ ഉത്സവ സീസൺ വരെ ഇതിങ്ങനെ ഓളം വന്നുകൊണ്ടിരിക്കും. അതായത് ചത്ത് കിടന്ന ഒരു വിപണിക്ക് പെട്ടെന്നുണ്ടായ ഒരു ഉണർവ്, ഒരു ബൂസ്റ്റിംഗ് ആയിരുന്നു കുംഭമേള എന്ന് നമുക്ക് പറയാം. അത് എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയിട്ടുള്ള ഒരു ബൂസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും. കുംഭമേള ഒരുപക്ഷെ ഒരു മതവിശ്വാസത്തിൻ്റെതാണെങ്കിൽ കൂടി അത് നൽകിയ പ്രചോദനം ഭയങ്കരമായിരുന്നു. ഇപ്പൊ ഈ സൗദി അറേബ്യയിലൊക്കെ ഹജ്ജും മറ്റതുമൊക്കെ നടക്കുന്നു, തീർത്ഥാടനമൊക്കെ. അത് ആ രാജ്യത്തിന് നൽകുന്ന ഒരു മൈലേജ് ചെറുതല്ല, ഒരു ബൂസ്റ്റിംഗ് ചെറുതല്ല. അങ്ങനെ എല്ലാ രാജ്യത്തും നടക്കുന്ന ഇങ്ങനത്തെ ഫങ്ഷൻസ് അങ്ങനെയാണ്. ദുബായിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഷോപ്പിംഗ് ഫെസ്റ്റും ഒക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വിപണിയെ ഉത്തേജിപ്പിക്കുക, ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇതാ മഹാകുംഭമേള എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ ഒരു വലിയ ആചാരം, സാംസ്കാരിക പരിപാടി നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഉത്തേജനത്തിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കുംഭമേളയുടെ ബാക്കി പത്രം. അതുകൊണ്ട് തന്നെ കണക്ക് 62 ആയിരിക്കില്ല, ഒരു പക്ഷെ അതിൽക്കും അപ്പുറത്തേക്കായിരിക്കാം. കാരണം ഈ ക്യാമറകൾ ഡിറ്റക്ട് ചെയ്യാത്ത എത്രയോ പേര് അവിടെ എത്തിയിട്ടുണ്ടാകാം ഒരു പക്ഷെ. കാരണം ഈ ഇത്രയും AI ക്യാമറയുടെ സഹായത്തോടുകൂടി ഈ കണക്കിനകത്തെ കഥ ഇത്രയേ ഉള്ളൂ. എത്രയോ സഖാക്കന്മാർ തലയിൽ മുണ്ട് വിട്ടിട്ട് എത്തിയിരിക്കും. അതാണ് ഇത്. ഇപ്പൊ എന്തായാലും ധനുഷ് അവര് ചോദിച്ചത് നന്നായി. ധനുഷ് അങ്ങനെ ഒരു ചോദ്യം അവർ ചോദിച്ചുകൊണ്ടല്ലേ നമുക്ക് ഇന്നതൊരു വിഷയം ചർച്ച ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ പറ്റിയത് കൊണ്ടല്ലേ സാധാരണപ്പെട്ടവർക്ക് ശരിയാണല്ലോ എങ്ങനെയാണ് ഈ കണക്കെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഒന്നും വേണ്ട, നമ്മുടെ കേരളത്തിൽ ഇരുന്നിട്ട് കേരളത്തിൽ നിന്ന് എത്ര പേര് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും. ഇന്ത്യൻ റെയിൽവേ പോയിട്ട് റെയിൽവേയുടെ ടിക്കറ്റ് ഈ പറയുന്ന പ്രയാഗ്രാജിലേക്ക് ബുക്ക് ചെയ്ത എത്ര ടിക്കറ്റ് ഉണ്ട്, ഇല്ല പ്രയാഗ്രാജില്ലെങ്കിൽ ഫൈസാബാദിലേക്ക് ബുക്ക് ചെയ്ത എത്ര ടിക്കറ്റ് ഉണ്ട്, അയോധ്യയിലേക്ക് ബുക്ക് ചെയ്ത എത്ര ടിക്കറ്റ് ഉണ്ട്, ആ ടിക്കറ്റിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു ട്രെയിനിൽ കയറാവുന്നവരുടെ എണ്ണം നമുക്ക് അറിയാൻ പറ്റുമല്ലോ, എത്ര പേരെ കാര്യം. ആ ടിക്കറ്റിന്റെ എണ്ണം എടുക്കുക, ഒരു മാസത്തെ ഫ്ലൈറ്റിൽ പോയവരുടെ എണ്ണം എടുക്കുക, ഒരു മാസത്തെ മറ്റു വഴികളിലൂടെ പോയവരുടെ എണ്ണം എടുക്കുക. ഇത്ര എടുത്താൽ ശരാശരി കേരളത്തിൽ നിന്ന് പോയവരുടെ എണ്ണം കൃത്യമായിട്ട് തന്നെ പറയാൻ പറ്റും. ഓരോ സംസ്ഥാനത്തു നിന്ന് പോയവരുടെ എണ്ണം പറയാൻ പറ്റും. കുറഞ്ഞ പക്ഷം തന്നെ സൂചിപ്പിച്ച പോലെ ഉത്തർപ്രദേശിലെ ഹിന്ദുക്കളിൽ ഒരു 50% അല്ലെങ്കിൽ ഒരു 60% വന്നാൽ പോലും 15 കോടി ജനം അവിടെ എത്തും. കാരണം ഉത്തർപ്രദേശുകാരെ സംബന്ധിച്ച് കുംഭമേളയെ പങ്കെടുക്കുക അവരുടെ ഒരു വലിയ ചടങ്ങ് തന്നെയാണ്. അവർ നടന്നും മറ്റുമൊക്കെയാണ് അവിടെ എത്തുന്നത്, വാഹനങ്ങളൊന്നുമല്ല. അവരൊരു കാവാർ തീർത്ഥയാത്ര പോലത്തെ മറ്റൊരു തീർത്ഥയാത്രയായിട്ടാണ് ഈ കുംഭമേളയ്ക്ക് അവർ എത്തുന്നത്. അതായത് അവർ കുംഭമേളയ്ക്ക് വേണ്ടി ഇപ്പോഴേ പണം സ്വരൂപിച്ച് ഒരു കുടുക്കലൊക്കെ ഇട്ട് വെച്ചിട്ട് അവർ കുടുംബസമേതം, ഒറ്റയ്ക്കല്ല അവര് വരും, കുടുംബസമേതം കുഞ്ഞുകുട്ടി പരാധീനതകളൊക്കെ ആയിട്ട് അവരുടെ ഒരു വലിയ ഫാമിലി മൊത്തമാണ് നടന്നു വരും. വഴിയിൽ തമ്പടിക്കും, അവിടെ പാചകം ചെയ്യും, അങ്ങനെ നടന്ന് കാരണം അത് അവരുടെ ഒരു വിശ്വാസമാണ്. നമ്മൾ ഈ ശബരിമലയ്ക്കൊക്കെ നടന്ന് പോകുന്നത് പോലത്തെ ഒരു വിശ്വാസമാണ് അങ്ങനെ നടന്നു വരിക എന്നുള്ളത്. അങ്ങനെ യു പിന്ന് മാത്രമല്ല, ബീഹാറിൽ നിന്നും ഇതേ രീതിയിലാണ്, മധ്യപ്രദേശിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഹിമാചൽ പ്രദേശ് നേപ്പാളിൽ നിന്ന് പോലും നടന്നു വരുന്ന ഭക്തരുണ്ട്. അങ്ങനെ നടന്നു വരുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഒഴുകിയെത്താണ് കുംഭമേള. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ആയതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്, ഇത്രയും പേരിലേക്ക് കുംഭമേളയുടെ ഒരു തരംഗം എത്തിയത്. പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഉത്തർപ്രദേശ് സർക്കാർ കുംഭമേളയ്ക്ക് വേണ്ടി അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് 5 പൈസ ചെലവഴിച്ചിട്ടില്ല. സർക്കാർ ഇതുവരെ കുംഭമേളയുടെ ഒരു അഡ്വർടൈസ്മെന്റും എങ്ങും നടത്തിയിട്ടില്ല. ആ അഡ്വർടൈസ്മെന്റ് നടത്താതാണ് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇത്രയും കോടി ആളുകൾ ഒഴുകിയെത്തിയതെന്ന് ആലോചിക്കണം. ഈ അഡ്വർടൈസ്മെന്റ് മുഴുവൻ പോയത് ഈ വ്ളോഗർമാരും അതുപോലെ തന്നെ മറ്റുള്ള മാധ്യമങ്ങളും ഒക്കെ നൽകിയ വാർത്തകളുടെയും മറ്റുമൊക്കെ അടിസ്ഥാനത്തിലാണ് കുംഭമേളയ്ക്ക് ആളൊഴുകിയത്. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഏഷ്യാനെറ്റിന്റെ ഒരു വാർത്ത കണ്ടപ്പോൾ അതിനകത്ത് ഏഷ്യാനെറ്റിന്റെ ഒരു റിപ്പോർട്ടർ അദ്ദേഹം പ്രയാഗ്രാജിൽ നിൽക്കുകയാണ്. അവിടെ ഒരു മലയാളിയായ യുവാവ്, ആ മലയാളി ഒരു വ്ളോഗറാണ്. അദ്ദേഹം ഈ പ്രയാഗ്രാജിലെ കുംഭമേള വ്ളോഗ് ചെയ്യാൻ പോയതാണ്. അദ്ദേഹം ഇപ്പോൾ അവിടെ മാസ്ക് കച്ചവടം ചെയ്യുന്നു. അപ്പൊ ആ ചെറുപ്പക്കാരനോട് ഈ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ ഈ മാസ്ക് കച്ചവടം ചെയ്യുന്നത്, ഇതിനു വേണ്ടി വന്നതാണ്? അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടി വന്നതല്ല, ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. 2 ദിവസം വ്ളോഗ് ചെയ്തിട്ട് തിരിച്ചു പോകണമെന്ന്. ജലദോഷം പിടിപെട്ടപ്പോ ഞാൻ അവിടെ നല്ല പൊടിയുടെ ശല്യമൊക്കെയാണ്. ജലദോഷം പിടിപെട്ടപ്പോ ഞാനൊരു മാസ്ക് മേടിച്ച് ധരിച്ചു. അപ്പൊ പുള്ളിക്ക് ഒരു ഐഡിയ തോന്നി, ഇവിടെ കുറെ മാസ്ക് മേടിച്ച് വിറ്റാൽ എങ്ങനെ ഉണ്ടാകുന്നു. അങ്ങനെ പുള്ളി 10 രൂപയ്ക്ക് ഒരു മാസ്ക് എന്ന നിലയിൽ മാസ്ക് കച്ചവടം ചെയ്യാൻ തുടങ്ങി ആൾക്കൂട്ടത്തിനിടയിൽ. ഒരു ദിവസം പുള്ളി 700 മാസ്ക് വിൽക്കുന്നുണ്ടെന്നാ പറഞ്ഞു. 700 മാസ്ക് എന്ന് പറയുമ്പോൾ 7000 രൂപയുടെ കച്ചവടം മാസ്ക്, ഈ 10 രൂപയുടെ മാസ്ക് വിറ്റിട്ട് ഈ മലയാളി യുവാവ് ഉണ്ടാക്കിയ
വാർത്തയായിരുന്നു ഏഷ്യാനെറ്റ് കൊടുത്തിരുന്നത്. അപ്പോ അത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ റിപ്പോർട്ടർ, ഇനി എന്താണ് ഭാവി പരിപാടി എന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്നത്, എനിക്ക് ഈ ബിസിനസ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതായത് വ്ലോഗ് ചെയ്യാൻ പോയ ഒരാള് അവിടെ നിന്നൊരു ബിസിനസ് ഐഡിയയുമായിട്ടാണ് തിരിച്ചെത്തുന്നത്. ഒരുപക്ഷെ അടുത്ത നാളെ തവണ ഇപ്പൊ ഈ കുംഭമേള മാസ്ക് നടക്കുമ്പോഴേ നിർത്തിയിട്ട് ചേട്ടാ നമുക്ക് കുറെ കൽക്കരിയും പിന്നെ ചാമ്പലൊക്കെ ആയിട്ട് പോകണം. നമ്മൾ ഈ ചാമ്പലൊക്കെ കൊണ്ട് പല്ലൊക്കെ തേക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്. അങ്ങനെ ഇതൊക്കെ ആയിട്ട് നമുക്ക് പോകണം. ഒരു കുറച്ച് ചാമ്പൽ എടുത്ത് കുറച്ച് ഇതിനകത്താക്കിയിട്ട് ഒരു പാക്കറ്റിന് 10-15 രൂപയ്ക്ക് കൊടുത്താൽ മതി. നല്ല കച്ചവടം. ഇതൊക്കെ നമ്മൾ നാച്ചുറൽ വേസ് ആണ് അല്ലെ? ഇതൊക്കെ നമ്മൾ അങ്ങ് അതാ ഈ ഞാൻ പറഞ്ഞത്. മറ്റേ ഈ നീമില്ലേ, നമ്മുടെ വേപ്പിന്റെ തണ്ടുമായിട്ട് ഒരുത്തിന് അവിടെ പോയി ലക്ഷങ്ങള് സമ്പാദിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്തോരം കാര്യങ്ങൾ നമുക്ക് കച്ചവടം. എന്തിനു പറയുന്നു, ഞാൻ പറയട്ടെ, 10 ചിരട്ടയായിട്ട് പോയാൽ പോലും ഒരു കച്ചവടം അവിടെ തുടങ്ങാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കുംഭമേളയുടെ സമയത്ത്. അതാ ഞാൻ പറഞ്ഞത്, വിപണി തെളിച്ച് അത് ആ ചെറുപ്പക്കാരൻ റിപ്പോർട്ടർ ചോദിച്ചു ഇനി എന്താ ഭാവിയുടെ, എനിക്ക് അതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അപ്പൊ ആ പയ്യൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ബിസിനസ് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യണമെന്ന് എന്റെ ആഗ്രഹം. അതിന് ചെറുകിട യൂണിറ്റ് പോലെ മാസ്ക് നിർമ്മാണം ആരംഭിക്കണമെന്ന് ആഗ്രഹം. വെറുതെ ഒരു വ്ലോഗ് ചെയ്യാൻ പോയ ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് പറയാം. ഇതുപോലെ എത്രയോ കച്ചവടം ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ 3 ലക്ഷം കോടി സർക്കാരിന് ഇൻകം വന്നു എന്ന് പറയുന്നത് വെറുതെ ആകില്ല. കാരണം ഒരു മാസ്ക് ആ കടയിൽ നിന്ന് പയ്യൻ മേടിക്കുമ്പോൾ അതിന്റെ ഒരു ടാക്സും എന്തായാലും സ്വാഭാവികമായി പോകുമല്ലോ, വിൽപ്പന നികുതി കൊടുക്കണമല്ലോ. ഇതൊന്നും കണ്ടിട്ട് കമ്മിക്കുട്ടന്മാർക്ക് സഹിക്കുന്നില്ലായിരിക്കും. അതായിരിക്കും ഇതിന്റെ ഞാൻ പറഞ്ഞ ഞാൻ നേരത്തെ. കാരണം ഇവന്മാരുടെ കാര്യം നോക്കി ജീവിച്ചിരുന്നെങ്കിൽ ഒരു ഈച്ചയും പൂച്ചയും പോലും കുംഭമേളയ്ക്ക് പറ്റില്ലായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇവർക്ക് കണക്കെടുക്കണം, കണക്കറിയണം, ചൊറി വരുമോന്നറിയണം, അത് ചെയ്യില്ല. അതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വിജയത്തിന്റെ, ഒരു കുംഭമേളയുടെ മഹാവിജയത്തിന്റെ ഒരു പിന്നിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും 4 ട്രില്യണിലേക്ക് കുതിക്കാൻ പോവുകയാണ് നമ്മുടെ എക്കണോമി എന്നുള്ള സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇനി ഗംഗയിൽ മുങ്ങിയൊന്നും വേണ്ട, അല്ലാതെ തന്നെ ചൊറി വരാനുള്ള എല്ലാ കാര്യവും കുംഭമേള തീർന്നപ്പോൾ ഉണ്ടായി ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് എന്ന് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബാക്കി ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻസ് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാനും സാധിക്കും. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്.